ജില്ലാ പഞ്ചായത്തിന്റെ ഒഴുകാം ശുചിയായി എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി വാളകം മുതൽ വൈക്കൽ വരെ തോട് നവീകരണം ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്തിന്റെ 29 ലക്ഷം രൂപയാണ് ഈ പദ്ധതിക്ക് അനുവദിച്ചിരിക്കുന്നത്. തോട്ടിൽ ചെറിയ തോതിൽ ആഴം കൂട്ടുക, ഇരു സൈഡുകളും കരിങ്കൽ ഭിത്തി നിർമ്മിച്ച് തോടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ജില്ലാ പഞ്ചായത്തിന്റെ ഒഴുകാം ശുചിയായി എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ വാളകം വലിയ തോട്. അത് ഈ പ്രദേശത്തെ ഒരു വലിയ ജലസ്രോതസ്സാണ്, ഒരു വലിയ തോടാണ്. അത് തുടങ്ങി വാളത്ത് നല്ല തുടങ്ങുന്നത്. യഥാർത്ഥത്തിൽ വെട്ടിക്കൽ പഞ്ചായത്ത് തുടങ്ങി നമ്മുടെ ഇത്തിക്കര ആറി ചെന്ന് അവസാനിക്കുന്ന ഒരു തോടാണ്. അപ്പോൾ അത് കാട് മൂടി മണ്ണും മൂടി കിടക്കുന്ന കാരണം, മുഖ്യ കാരണം നമ്മുടെ ഈ വാളം വൈക്കൽ പ്രദേശങ്ങളിലൊക്കെ ഈ MC റോഡിൽ വെള്ളം പൊങ്ങാൻ കാരണം. അപ്പൊ അതിനൊരു പരിഹാരം, ചെറിയ രീതിയിൽ ഒരു പരിഹാരം എന്ന രീതിയിലാണ് നമ്മൾ 29 ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്തിൽ നിന്ന് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് വാളകം RVHS മുതൽ ഇരുവേലിക്കൽ പാലം എന്ന് പറയും, ഇരുവേലിക്കൽ പാലം മുതൽ വൈക്കൽ ജംഗ്ഷൻ വരെയുള്ള പ്രദേശത്താണ് ഇപ്പോൾ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒന്നാം ഘട്ടം മരിങ്ങാട്ടുകോണം വൈക്കൽ വരെ ഉള്ളത് കഴിഞ്ഞു. രണ്ടാം ഘട്ടമായിട്ട് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് RVHS മുതൽ നമ്മുടെ മരിങ്ങാട്ടോണം വരെയുള്ള ഭാഗമാണ്. അത് നമ്മുടെ ആഴം ചെറിയ തോതിൽ, വലിയ തോതിലല്ല, ചെറിയ തോതിൽ ആഴം കൂട്ടിക്കൊണ്ട് 250ഓളം മീറ്റർ സൈഡ് കെട്ട്, കരിങ്കലുകൊണ്ടുള്ള കെട്ടും ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുവഴി തോട്ടിൽ നിന്നും നീരുറവ വർദ്ധിക്കുകയും ജലം സംഭരിക്കാൻ കഴിയും. ഇതുമൂലം സമീപ പ്രദേശത്തെ കർഷകർക്ക് ജലം തോട്ടിൽ നിന്ന് തന്നെ സംഭരിക്കുവാൻ സാധിക്കും. ഇതുമൂലം ഏത് സമയത്തും വേനലിലും കർഷകർക്ക് കൃഷി ചെയ്യുവാൻ സാധിക്കും. ഈ പദ്ധതി നടപ്പാക്കുന്നത് വഴി തോട്ടിലേക്ക് മാലിന്യം തള്ളുന്നതിന് ശാശ്വത പരിഹാരമാവുകയും ചെയ്യും. വലിയ മഴയിൽ വാളകത്തുണ്ടാകുന്ന വെള്ളക്കെട്ടിന് ഇതുമൂലം ശാശ്വത പരിഹാരം ഉണ്ടാകുന്നില്ലെന്നും KSDPയുടെ അശാസ്ത്രീയമായ റോഡ് നിർമ്മാണമാണ് വാളകത്തെ വെള്ളക്കെട്ടിന് കാരണമാകുന്നതെന്നും ജില്ലാ പഞ്ചായത്ത് അംഗം ബ്രജേഷ് എബ്രഹാം പറഞ്ഞു. പക്ഷെ അതുകൊണ്ട് എനിക്ക് പൂർണ്ണമായി വാളകം പ്രദേശത്തെ വെള്ളപ്പൊക്കം, മഴയുമ്പോഴുള്ള വെള്ളപ്പൊക്കം നിയന്ത്രിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം അത് KSDPയുടെ ചില അശാസ്ത്രീയമായ നിർമ്മാണം കൊണ്ടാണ്. ഇപ്പോൾ തന്നെ പടിഞ്ഞാറൻ ഭാഗത്തുനിന്ന് വരുന്ന വെള്ളം നമുക്ക് ഈ തോട്ടിലിറക്കാനുള്ള ചെറിയ തോടുകളുണ്ട്. അത് നമുക്കത് ചെയ്യാൻ പറ്റില്ല. അത് KSDPയുടെ അണ്ടറിൽ വരുന്നതാണ്. അപ്പൊ അത് ഇപ്പോഴും കാട് മൂടി അടഞ്ഞ് കിടക്കുകയാണ്. അവര് വർഷാവർഷം വന്ന് ചുമ്മാ അപ്പുറത്തും ഇപ്പുറത്തും തോണ്ടിയിട്ട് പോകുന്നതല്ലാതെ ഇത് വലിയ ഒരു പൈപ്പ് ഇട്ട് കൊണ്ടുവന്ന് ഈ തോട്ടിലിറക്കിയാൽ മാത്രമേ നമുക്കിതിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അതിന് KSDP ആണ് ഗവൺമെന്റ് മുൻകൈ എടുത്തുകൊണ്ട് പരിഹാരം കാണുന്നത്. കാരണം വളരെ ബുദ്ധിമുട്ടാണ്. വാളത്തെ ജനങ്ങൾക്ക് വൈക്കലെയും ഒക്കെ പ്രദേശമുള്ള ഒരു വലിയ മഴ പെയ്തു കഴിഞ്ഞാൽ വ്യാപാരികൾ അവരുടെ വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറുകയും അതോടൊപ്പം ഈ വെള്ളത്തിലിറങ്ങുന്ന വാഹനങ്ങൾ അവിടെ നിന്നു പോവുകയും ചെയ്യുന്ന ഒരവസ്ഥ എത്രയോ വർഷം കൊണ്ട് വാള പ്രദേശത്തുള്ളവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വാളത്തെ ഒരു ആൾ എന്ന രീതിയിൽ, വെട്ടിക്കാല ജില്ലാ പഞ്ചായത്ത് അംഗം എന്ന രീതിയിൽ എന്നാൽ കഴിയുന്നത് ഈ ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിന് നാട്ടുകാരെല്ലാം പിന്തുണ ഉണ്ടാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ന്യൂസ് ഡെസ്ക് 20 വിഷൻ ന്യൂസ്.